ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്പർ 2 കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്പർ 1 നമ്പർ 2 ഒക്കെ കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന അത്ര ടഫായിട്ടുള്ള പണിയൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നമ്പർ 2 എന്ന കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1.5 കിലോ ബാറ്റർ വെച്ചിട്ട് 2 കേക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ പാനിലും അതുപോലെ ഇതുപോലൊരു ലോഫ് പാനിലുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഒരുമിച്ച് ബാറ്റർ 1.5 കിലോയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് 2 മോൾഡിലായിട്ട് ഒഴിച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ കൊടുക്കാതെ കണ്ടിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ഇതിൽ വരുമ്പോൾ നല്ല ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോഫ് പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറിലുള്ള മോൾഡിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഇത് റൗണ്ടിലുള്ള കേക്ക് 8 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ക്വയറിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലും 7 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡിലും ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് മാത്രം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മൂടി വെച്ചിട്ടാണ് ഇത് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യുന്നത്. കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുത്താൽ മതി, റൗണ്ടിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ 3 ലെയറും ഒരുമിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലെയർ എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 3ഉം കറക്റ്റായിട്ട് ലെവലായിട്ട് വെച്ച ശേഷം ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്യാം. ഇത് നമുക്ക് കളയാനുള്ളതല്ല കേട്ടോ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു നമ്പർ കേക്കിന് തന്നെ ഈ ഒരു പാർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു 2ൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അടിഭാഗത്ത് ഒരു നീളത്തിലുള്ളൊരു ഇത് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഫ് പാനിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 1.5 kgയുടെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഉണ്ടാക്കി വരുന്ന സമയത്ത് 1 kg ആയിട്ട് വരും കേട്ടോ. നമ്മൾ ആ സെൻറ്റർ പോർഷന് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലോഫ് പാനിൽ ഉണ്ടാക്കിയ കേക്കിൻ്റെയും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കും. അപ്പോൾ എല്ലാം കൂടെ 1 kg ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ലെവലൊക്കെ നോക്കിയിട്ട് ഈ സൈഡ് പോർഷന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഭാഗവും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്പർ 2 ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യണൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1.25 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ എത്രയാണോ ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുന്നത് അതിനൊക്കെ അനുസരിച്ചായിരിക്കും ക്രീം ആവശ്യമായിട്ട് വരുന്നത്. ചിലർക്ക് നല്ലോണം ക്രീം വേണ്ടി വരില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ 1 കപ്പൊക്കെ മതിയാവുള്ളൂ. അങ്ങനെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ വിപ്പിംഗ് ക്രീം ഒന്ന് കേക്കിലൊന്ന് ബേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട്, ഇത് 14 ഇഞ്ചിൻ്റെ ബേസാണ് കേട്ടോ, കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് അതിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് 14 ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു ലെയർ വെച്ചിട്ട് ഇത് 3 ലെയറും വെച്ചതിന് ശേഷമാണ് അടുത്ത പാർട്ട് ഞാൻ വെക്കുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പിലുള്ള 3 ലെയറും വെച്ചതിന് ശേഷം അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇത് മറ്റു കേക്കൊക്കെ നമ്മൾ ഐസിങ് ചെയ്യുന്ന അത്ര ഈസി അല്ല കേട്ടോ. ഇത് ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വളഞ്ഞിട്ടുള്ള കേക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മേലെയായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് വെറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ 2-3 ലെയർസ് വെച്ചിട്ട് ഒന്ന് ക്രം കോട്ടിങ് ചെയ്യുക.
പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഈ വളഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം കൂടെ വെച്ചിട്ട് അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക, ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു 3 ലെയേഴ്സും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അത് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടിഭാഗത്തുള്ള ഈ ഒരു ലെയേഴ്സും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 1 2 3 ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം ഒരേ ലെവലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 പാർട്ടായി വെക്കുമ്പോഴും എല്ലാം ഒരേ ലെവലിൽ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ 3 പാർട്ടും ചെയ്തെടുത്ത ശേഷം എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായ ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ക്രീമിലേക്ക് പിങ്ക് കളറൊന്ന് ചേർക്കുന്നത്. ഞാൻ ഈ ക്രീം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരു 3 കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രീം ഉണ്ട് കേട്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് കളർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീമിന് പകരമായിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ട് ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചിട്ട് ചോക്ലേറ്റ് ക്രീമായിട്ട് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഞാനൊരു പിങ്ക് തീമിന് വേണ്ടിയിട്ടാണ് പിങ്ക് കളർ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആ ഒരു ആ ഒരു റൗണ്ടിലുള്ള ആ ഭാഗത്തേക്കൊക്കെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കഴിവിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. സ്ക്രാപ്പറോ അല്ലെങ്കിൽ പാലൻ നൈഫോ ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് എക്സ്ട്രാ കുറച്ച് ഡിസൈനിങ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് വലിയ സ്റ്റാർ നോസിലാട്ടോ, ആ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റാർ ചുറ്റും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റും സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പിങ്ക് കളറിലുള്ള ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. 1 കപ്പ് ചോക്ലേറ്റിലേക്ക് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊന്ന് നല്ല ചൂടോട് കൂടെ ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് തണുത്ത ശേഷം, നന്നായിട്ട് തണുക്കേ വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്രീം മെൽട്ടായി പോവും. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സ്പ്രിങ്കിൾസ്, സ്റ്റാറിൻ്റെ സ്പ്രിങ്കിൾസ് ആണ്. അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിങ്കും ഇടയിലൊക്കെ വൈറ്റുമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് വെച്ച് കൊടുത്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ മേലേക്ക് ഇടയിലൊക്കെ ആയിട്ട് ഒന്ന് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓരോ നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തില്ലേ, അതിൻ്റെ മേലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വൈറ്റ് ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇന്ന് ഈ ഒരു കേക്കിന് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ്. അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനിങ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്